Hello, Magle. Hello. Yes, where സാറിന്റെ മക്കളൊക്കെ ഇവിടെ വേഗം വന്നേ. Yes. ദാ ഒരുപാട് പേര് ആദ്യം വന്നിട്ടുണ്ട്. യെസ്, നമ്മുടെ ബേബി അക്കു. യെസ്, ഒരു അരമണിക്കൂർ മുൻപേ ഇവിടെ വന്ന് മെസ്സേജ് ഒക്കെ അയച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സാറ് കണ്ടിട്ടുണ്ട്. റെഡി സെറ്റ് ദാ സാറ് വന്നു. റെഡി 7:30. ഓ സെറ്റ്. യെസ്, പിക്സൽ ചിക്കു. യെസ്, ഗുഡ് ഈവനിങ് മക്കൾസ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. യെസ്, ഓ കോക്കാച്ചി എല്ലാവരും ഉണ്ട്. ഓക്കെ സെറ്റ്. അപ്പോ യെസ് സാർ. ഓയ് ചിക്കു, ഓയ് പറയൂ. യെസ്. ഹലോ മക്കളെ. അപ്പോ യെസ്, എങ്ങനെ പോകുന്നു മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ? സെറ്റാണോ? നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, അപ്പൊ എന്ത് മനസ്സിലാക്കുക? നമ്മൾ നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുത്തിരിക്കുന്നു അല്ലെ? അത് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളുക. റെഡി? പബ്ലിക് എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ച് തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പം പബ്ലിക് എക്സാമിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനു വേണ്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുൻപ് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ക്രിസ്മസ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിനുള്ള സിലബസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക. റെഡി? സെറ്റ് അല്ലേ? എല്ലാരും അടിപൊളിയായിട്ടൊക്കെ തന്നെ പഠിക്കുന്നില്ലേ മക്കളെ? യെസ്, നമ്മുടെ +1 സ്റ്റുഡൻസ്, നിങ്ങൾ +1 കൊമേഴ്സ് ചൂസ് ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പബ്ലിക് എക്സാം ആണ്. റെഡി? നമുക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം അത് അടിപൊളിയായിട്ട് തന്നെ എഴുതണം. നല്ല മാർക്ക് തന്നെ വാങ്ങിയിരിക്കണം എല്ലാവരും. സെറ്റ് ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? സെറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താക്കാം? നമുക്ക് ക്രിസ്മസ് എക്സാമിന് ബിസിനസ് സ്റ്റഡീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ, ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്താക്കാം? ഇന്ന് അങ്ങോട്ട് പഠിക്കാം. റെഡി ആണോ എല്ലാവരും? റെഡി ആണോ? സെറ്റ് അല്ലേ? ഓക്കെ അദ്വൈത്. ഓക്കെ സെറ്റ്. റെഡി. അപ്പം നന്നായിട്ട് ഇനി പഠിക്കുക. നല്ല മാർക്ക് വാങ്ങുക. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയുള്ള ഓരോ ടൈമും നമുക്ക് അത്രത്തോളം യൂസ്ഫുൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തോളുക. ഓക്കെ, ഇനിയുള്ള റിവിഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും. ലൈവിലും കാര്യങ്ങളൊക്കെ. അപ്പം അടിപൊളിയായിട്ട് തന്നെ പോവാം. +1 പബ്ലിക് എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങണം. സാർ ഇന്ന് നമ്മുടെ +1 ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. +2 സ്റ്റുഡൻസിന് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഡേറ്റ് വന്നു. ഇംപ്രൂവ്മെന്റ് എക്സാം മീൻസ് അറിയാലോ, നിങ്ങളെ പബ്ലിക് എക്സാം ആണ് അവരുടെ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്നത്. അതായത് മക്കള് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങളെ ചേട്ടന്മാരും ചേച്ചിമാരും എക്സാം എഴുതാൻ വരും. ഐ മീൻ ഇംപ്രൂവ്മെന്റ് എക്സാം. നിങ്ങൾ ഏത് പേപ്പർ എഴുതുന്നു ആ സെയിം പേപ്പർ. ഓക്കെ, ചേഞ്ച് ഒന്നുമില്ല. നിങ്ങൾ എഴുതുന്ന സെയിം ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അത് അവർക്ക് നടക്കുക അവരുടെ പബ്ലിക് എക്സാമിന്റെ ഇടയിലൂടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് 6-ന് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് 5-ന് സ്റ്റാർട്ട് ചെയ്യും, അവർക്ക് 6-ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം +2 സ്റ്റുഡൻസ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, പബ്ലിക് എക്സാമിന്റെ ഇടയിലൂടെ +1 എഴുതാൻ പോവുക എന്നുള്ളതാണ്. സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. ഓക്കെ, +2 പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ, അതിൻ്റെ ഇടയിൽ +1 പഠിച്ച് മാർക്ക് കൂട്ടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. സോ നിങ്ങൾ മനസ്സിലാക്കുക, +1-ൽ എത്രത്തോളം മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം +2-ലെ മാർക്ക് നിങ്ങൾക്ക് കൂടും. അതല്ല ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാനൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവസാനം +1 ഉണ്ടാവില്ല, +2-ലും മാർക്ക് ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തും. ആ റിയാലിറ്റി മക്കൾ മനസ്സിലാക്കുക. സാർ ഒന്ന് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പോയി കാണാം. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ വൈകിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ആദ്യം തന്നെ സാറ് പറയുന്നു, ഈ ചാപ്റ്റർ മക്കളെ ജനറൽ ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? റെഡി? എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ? അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് പൊല്യൂഷൻസ് പഠിക്കാണ്ട്, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ജനറൽ ആയിട്ടുള്ള ഒരു
സബ്ജക്റ്റ് ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ജനറലായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതിയിൽ ചോദിക്കും. ഓക്കെ, സെറ്റ് റെഡി? അപ്പോൾ എന്താ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും നിങ്ങൾക്ക് SC ഒക്കെ എഴുതാൻ പാകത്തിലുള്ള അങ്ങനത്തെ ജനറൽ ടോപ്പിക് പോയിന്റുകളും മക്കളും മനസ്സിലാക്കി വെക്കുക. സാറ് പറഞ്ഞു തരും. റെഡിയാണോ? യെസ്. അങ്ങനെയെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ, നിങ്ങളെ NCERT ടെക്സ്റ്റിന്റെ ഒരു സാധനം സാർ ആഡ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം ഒരുപാട് കാര്യങ്ങൾ അറഞ്ചം പുറഞ്ചം വലിച്ചു വാരി നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് സാറ് പറഞ്ഞുതരാം. യെസ്. ഒന്നാമത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം മക്കളെ ശ്രദ്ധിച്ചോ. യെസ്. ഒന്നാമത്തെ കാര്യം, കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഓക്കെ, എന്താണ് മക്കളെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി? എന്താണ് റെസ്പോൺസിബിലിറ്റി? അതിനൊന്ന് ആൻസർ പറഞ്ഞേ മക്കള്. എന്താണ് റെസ്പോൺസിബിലിറ്റി? ആരൊക്കെയോ ഇൻസ്റ്റ ഐഡി ഒക്കെ ചോദിക്കുന്നുണ്ട്. ആ കോക്കാച്ചി മണ്ടേ, നീ ആ പേര് പോലെ തന്നെ കോഴിയാവാൻ നിൽക്കുകയാണോ? ശ്രദ്ധിക്കടാ അവിടെ. നിനക്ക് അത്രയ്ക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റ ഐഡി വേണം എന്നാണെങ്കിൽ ഓക്കെ, നമുക്ക് സാറിന്റെ ഇൻസ്റ്റ ഐഡി തരാം. 2_ യദു. ഓക്കെ, യെസ് യെസ് യെസ്. അപ്പൊ പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറയടാ, എന്താണ് റെസ്പോൺസിബിലിറ്റി, എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ആർക്കെങ്കിലും അറിയോ? അതെ, ഓക്കെ, സെറ്റ്. എന്താണ്? ഉത്തരവാദിത്വം. അതെ, ഉത്തരവാദിത്വമാണ്. അതാണ് റെസ്പോൺസിബിലിറ്റി. റെഡി? അപ്പൊ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സൊസൈറ്റിയോടുള്ള ഒരു ബിസിനസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെ? ഉത്തരവാദിത്തങ്ങളാണ്. സെറ്റ്. ഓ, നീയാണോടാ ബേബി അക്കു? അത് ശരി. ഏതാ 2 അക്കൗണ്ടിലൂടെയൊക്കെ നമ്മളെ ലൈവ് കാണാൻ വന്നിരിക്കുന്നത്. റെഡി? യെസ്. അപ്പൊ ശ്രദ്ധിച്ചോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് എ ബിസിനസ് ഷുഡ് ആക്ട് ഇൻ എ വേ ദാറ്റ് ബെനിഫിറ്റ് സൊസൈറ്റി ആസ് വെൽ ആസ് ഏൺ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞത്, അല്ലെ? എന്താണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച്? റെഡി? അത് ഏൺ പ്രോഫിറ്റ്, അല്ലെ? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന അതിന്റെ ആക്ടിവിറ്റിയിൽ, ഓക്കെ, അതിന്റെ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം. ഓക്കെ, അതാണ് എന്തെന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. എന്തിനാ? സൊസൈറ്റിയുടെ ബെനിഫിറ്റിനായിട്ട്, യെസ്, ബെനിഫിറ്റിനും കൂടി വേണ്ടി ഒരു ബിസിനസ് ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ് എന്ന് പറയാം. സെറ്റ് ആണോ? റെഡി? ഇറ്റ് മസ്റ്റ് റെസ്പെക്ട് സോഷ്യൽ വാല്യൂ ആൻഡ് വർക്ക് ഫോർ പബ്ലിക് ഗുഡ്, നോട്ട് ജസ്റ്റ് ഓണേഴ്സ് പ്രോഫിറ്റ്. ആണല്ലോ? ഇത് ജസ്റ്റ് എന്തിനു മാത്രമായിരിക്കില്ല, അല്ലെ? ഓണേഴ്സിന്റെ പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, ആർക്കും കൂടെ വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന്റെ നല്ലതിന് വേണ്ടിയിട്ട് കൂടിയാണ്. സെറ്റ്. ഇറ്റ് ഗോസ് ബിയോണ്ട് ലീഗൽ ഡ്യൂട്ടീസ് ഈവൻ ഇഫ് ദ ലോ ഡസന്റ് ഫോഴ്സ് ഇറ്റ്. കണ്ടല്ലോ, ഇതെന്തും കൂടിയാണ്? യെസ്, ബിയോണ്ട് ലീഗൽ ഡ്യൂട്ടീസ് ആണ്, അല്ലെ? നിയമപരമായിട്ട് നമ്മളോട് ചെയ്യാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ലോഫുള്ളി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? പക്ഷെ അതിനേക്കാൾ ഉപരി ബിയോണ്ട് ദാറ്റ് ലീഗൽ ഡ്യൂട്ടീസ് ആണ്. അതിനേക്കാൾ ഉപരി നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട, അല്ലെ? ഒരു നിയമം ഫോഴ്സ് ചെയ്യാത്ത, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മളെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. റെസ്പോൺസിബിലിറ്റി ബിസിനസ് ഷുഡ് വില്ലിംഗ്ലി ഹെൽപ്പ് സൊസൈറ്റി ആൻഡ് കെയർ അബൌട്ട് ഹൗ ഇറ്റ്സ് ആക്ഷൻ എഫക്ട് അതേഴ്സ്. ഓക്കെ, റെഡി? കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ലോഫുള്ളി അല്ലാതെ, ഓക്കെ, നിയമപരമായിട്ട് ഒരു നിയമം നമ്മളോട് ഫോഴ്സ് ചെയ്യുന്നതല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി, നമ്മുടെ പബ്ലിക്കിന് വേണ്ടി, അവരുടെ നല്ലതിന് വേണ്ടി നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതിലുപരി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ എന്ത് പറയാം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. സെറ്റ്? റെഡി? യെസ്. ആദ്യം തന്നെ നമുക്ക് അതങ്ങോട്ട് ഓർത്ത് വെച്ചോളാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പോയിന്റ്സ്. സാർ DOB പറയാമോ? ഓ, പറയാലോ. 21/2/1999. ഓക്കെ, റെഡി? യെസ്. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓക്കെ, കൃത്യമായിട്ട് മക്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. എന്താണ് ലീഗൽ റെസ്പോൺസിബിലിറ്റി? എന്താണ് ലീഗൽ റെസ്പോൺസിബിലിറ്റി? നമ്മളത് അവിടെ ഒരു പോയിന്റ് പറഞ്ഞു, അല്ലെ? എന്താണ്? യെസ്, ലോ ഡസന്റ് ഫോഴ്സ് ഇറ്റ്, അല്ലെ? നിയമം ഫോഴ്സ് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറ, എന്തായിരിക്കും ലീഗൽ റെസ്പോൺസിബിലിറ്റി? ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Legal responsibility means a business must follow
all the law and rules made by government ആണ് അല്ലെ. ഒരു ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള കുറച്ച് റൂളുകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ, ബിസിനസ് ഫോളോ ചെയ്യേണ്ട. അത് ഒരു ബിസിനസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം അല്ലെ. ഗവൺമെന്റ് ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അകത്ത് പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എന്തെന്ന് അല്ലെ, ഒരു ഗവൺമെന്റ് നമ്മളിൽ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതായിട്ട് അല്ലെ. ലോഫുള്ളി ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം, ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ബിസിനസ് മസ്റ്റ് ഒബേ ഓൾ ഗവൺമെന്റ് ലോസ്. ദെൻ ടാക്സ് അടയ്ക്കുക, അതുപോലെ തന്നെ എന്താണ് ലേബർ ലോസ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ചീറ്റ് കസ്റ്റമേഴ്സ് ഓർ ഡു ഇല്ലീഗൽ ആക്ടിവിറ്റി. കസ്റ്റമേഴ്സിനെ പറ്റിക്കുക, ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക. റെഡി, അതൊക്കെ അതിൽ ഉൾപ്പെടുന്ന കാര്യമല്ലേ. ഇറ്റ് മസ്റ്റ് പേ ടാക്സസ്, പിന്നെയോ ഇറ്റ് ഷുഡ് ഫോളോ റൂൾസ് ഫോർ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, നിയമപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ലോഫുള്ളി നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷേ ഇതുപോലെയാണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇതുപോലെ എന്താണ് ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടർ നമ്മളോട് ഫോഴ്സ് ചെയ്യുന്നുണ്ടോ, എന്ന് പറഞ്ഞ് ഇല്ല. പക്ഷേ നമ്മൾ എന്താക്കണം, കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മൾ ഒരു ബിസിനസ് നിലനിൽക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടി, ആ ഒരു ബിസിനസ് അവിടെ നിലനിന്ന് പോകാൻ വേണ്ടി, ആ ഒരു സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടി ചെയ്യണ്ട അല്ലെ. നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണ്ട. ബിയോണ്ട് എന്താണ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചെന്നെത്തേണ്ട ഒരു ടൈപ്പാണ് ഇത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ആദ്യം തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഓയ് സാർ, ഓ മീനു, ഹായ്, റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബാച്ചിലർ ക്ലാസ് എടുത്ത സമയത്ത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള. എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു പ്ലാച്ചിമട ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പാലക്കാട് പ്ലാച്ചിമട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോള കമ്പനി വരികയും ആ കോള കമ്പനിയിൽ ഉണ്ടാവുന്ന ഈ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടുതലായിട്ടും അവിടെ അടുത്തുള്ള പുഴകളിലേക്കൊക്കെ തള്ളി അവിടുത്തെ ആ ഒരു ഏരിയയിലെ കംപ്ലീറ്റ് ജലസ്രോതസ്സുകളെ ബാധിക്കുകയും അവിടെ നിന്നൊന്നും തീരും നമുക്ക് കുടിവെള്ളമല്ല, അവിടുത്തെ ഒരു വെള്ളവും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഒരു 2000-2002 ആ ഒരു ടൈമിലാണ് കേട്ടോ സംഭവം നടക്കുന്നത്. അപ്പം അത് ഭയങ്കര ഒരു സോഷ്യൽ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, അങ്ങനെ 2003-2004 ഏകദേശം ആ ഒരു ടൈമിലെങ്ങാൻ ആ ഒരു കോള കമ്പനി അടച്ച് പൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റൺവേ ഓ ഡയലോഗ് ഓർമ്മയുണ്ട്. സെറ്റ് പ്ലാച്ചിമടയിലേക്ക് വെള്ളം കൊണ്ടുവന്നവാ അല്ലേ സാറേ? അവിടെ എന്തോരം എന്തായിരുന്നു പറയുന്നത്? എന്തോ ഒരു കുടിവെള്ള പ്രശ്നമല്ലേ അങ്ങനെ പറയുന്നത്. അതാണ് ആ സംഭവം. സെറ്റ്. അപ്പോ ഇവിടെ അങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ കാരണം എന്താ? നമ്മുടെ പ്ലാച്ചിമടയിൽ വന്നിട്ടുള്ള ആ ഒരു കോള കമ്പനി അല്ലെ, ആ ഒരു കോള കമ്പനി എന്ത് ചെയ്തിട്ടില്ല? അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തിട്ടില്ല. സെറ്റല്ലേ? അത് നിങ്ങൾ ഓർത്തേക്ക്. ജസ്റ്റ് ഈ ഒരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മുടെ ചുറ്റും തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും മക്കളൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്, നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യകതകൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യേണ്ടത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് കുറച്ച് പോയിന്റുകളായിട്ടല്ല പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്, ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസുമാണ്. റെഡി? അപ്പൊ നീഡ്സ് നമുക്ക് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിലെ പോയിന്റ്സ് മതി. പക്ഷേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടും എന്ത് വരുന്നുണ്ട്? കുറച്ച് ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. അതും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. Ready? It would be useful to understand the argument offered both in favor and against the assumption of social responsibility by business. Okay, അപ്പം ഒരു ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സാറേ പോയി മീനു.
യെസ്, അപ്പോൾ ഒരു ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യെസ് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സും അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം അവിടെ എല്ലാവരും. റെഡി? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിതാ ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ടാവും നിങ്ങൾ ടെക്സ്റ്റിൽ. ഒക്കെ സിമ്പിളായി സാറ് പറഞ്ഞു തരാം. ഒന്നാമത് നമുക്ക് പഠിക്കേണ്ട കാര്യം ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തെല്ലാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തെല്ലാം 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 ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തെല്ലാം ഇവിടെ ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ പോയിന്റ് സെറ്റ് ദാ ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. അതാണ് ഒരു ബിസിനസിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി, ആ ഒരു ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ശ്രദ്ധിച്ചോ, ബിസിനസ് എക്സിസ്റ്റൻസ് ടു സെർവ് പീപ്പിൾ ബൈ പ്രൊവൈഡിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Profit is important but should be seen as a result of good service, not only the goal. Okay? Yes, ഒരു ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം, ആ ഒരു ബിസിനസ്സിന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു എക്സിസ്റ്റൻസ് വേണം, നിലനിൽപ്പ് വേണം. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, നല്ല ഗുഡ്സ്, നല്ല സർവീസുകൾ എന്ത് ചെയ്യണം, ആ ഒരു ബിസിനസ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. വേണ്ടേ? ഇല്ലെങ്കിലും ആ ബിസിനസ് പൂട്ടിപ്പോകൂലേ? യെസ്. അപ്പൊ ശ്രദ്ധിച്ചോ, എ ബിസിനസ് ക്യാൻ ഗ്രോ ആൻഡ് സക്സീഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി സെർവ് സൊസൈറ്റി. ആണല്ലോ, അപ്പോ നല്ല രീതിയിൽ ആ ഒരു സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു ബിസിനസ്സിന് അവിടെ നിലനിൽപ്പ് ആൻഡ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. So taking up social responsibility justify the existence and growth of business. So ആദ്യത്തെ കാര്യം എന്താണ്, യെസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണം എന്നാണ് പറയുന്നത്. എന്തിന്? ഒരു ബിസിനസ്സിന് ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ. ഓക്കെ ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്കൻഡ് ആർഗ്യുമെന്റ്സ് നോക്ക്. ബിസിനസ്സിന് സൊസൈറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണ്, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം. ഓക്കെ, ലോങ് ടേം ഇൻട്രസ്റ്റ് എന്താ, കുറെ ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ. സെറ്റ് ചെയ്താ എ ബിസിനസ് ഏൺ മോർ പ്രോഫിറ്റ് ഇൻ ലോങ് റൺ വെൻ ഇറ്റ് ഈസ് ഇറ്റ്സ് മെയിൻ ഗോൾ ഈസ് ടു സർവ് സൊസൈറ്റി. ആണല്ലോ, കുറെ കാലം നമ്മുടെ ഒരു ഫേമിൽ നിലനിൽക്കണമെങ്കിൽ, അങ്ങനെ നിലനിന്നാലേ എന്തുള്ളൂ, പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ കുറെ കാലം നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം, സൊസൈറ്റിയെ സർവ് ചെയ്യണം. ഓക്കെ, ഇഫ് പീപ്പിൾ ഫീൽ ബിസിനസ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് സൊസൈറ്റി ദേ മേ സ്റ്റോപ്പ് സപ്പോർട്ടിങ്. ആണല്ലോ, ഒരു എന്താണ് ആ ഒരു സൊസൈറ്റിക്ക് തോന്നുകയാണ് ഈ ബിസിനസ് ഒരു കാര്യമല്ല, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അല്ലെ, ആ ഒരു തോന്നൽ ഉണ്ടായാൽ എന്ത് ചെയ്യുന്നു, യെസ് സൊസൈറ്റി ആ ഒരു ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങ് നിർത്തും അല്ലെ. ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഹെൽപ്പ് ബിൽഡ് എ ഗുഡ് പബ്ലിക് ഇമേജ് ആൻഡ് എൻഷുർ ലോങ് ടേം സക്സസ്. അപ്പോൾ നല്ല ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, അവിടെ യെസ് ഒരു പബ്ലിക് ഇമേജ് സെറ്റ് ചെയ്തെടുക്കുന്നു. സോ ആ ഇമേജിലൂടെ യെസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോങ് റൺ ഒരു കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റും. റെഡി? കെ മീഡിയ ഓ എടാ പറടാ, എന്താണ് സെറ്റ് അല്ലേ? ഓ ബ്ലക്സി ഏടിയ പോയത്, ഓ ശരി ബ്ലക്സി ഏടിയോ പോയിനെ, എന്താ ചെയ്യാ, ആരൊക്കെയോ എടിക്കോ പോകുന്നുണ്ട്. റെഡി 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 മക്കളെ, സെറ്റ് ആണോ? ഇത്രയും പോയിന്റ്സ്, 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് പറയാണ്ട്. ഇതാ മൂന്നാമത്തെ പോയിന്റ്, അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ. അടുത്ത പോയിന്റ് ഓക്കെ ഓക്കെ, ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ, അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് യെസ് റെഗുലേഷൻസ്. ഒരു ബിസിനസ് പ്രോപ്പർ ആയിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ അവിടെ എന്ത് വരും, ഗവൺമെന്റ് ഇടപെടും. ഗവൺമെന്റ് ഗവൺമെന്റ് ഇടപെടും അല്ലെ. ഗവൺമെന്റ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും, യെസ് കുറച്ച് നിയമങ്ങളൊക്കെ അങ്ങ് കൊണ്ടുവരും അല്ലെ, ഈ ഒരു ബിസിനസ് ഒന്ന് തളയ്ക്കാൻ. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡീസന്റ് ആയിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ മുന്നോട്ട് പോവുക. അതാണ് ഇപ്പോൾ പറയുന്നത്. ഗവൺമെന്റ് റൂൾസ് ലിമിറ്റ് ബിസിനസ് ഫ്രീഡം. By voluntarily acting responsibility, business can avoid strict law and regulation. അതാണ് അല്ലെ, നല്ല ഡീസന്റ് ആയിട്ട് വോളണ്ടറിലി സ്വമേധയാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കില്ല, അവിടെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്.
റെഡി? ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയോ, മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാം. നോക്കിയോ, ലോ can't cover everything. If people feel ignored or exploited, they may act against business interest. Okay, so businesses should act responsibility to help maintain, yes, peace and yes, order in society. Okay, എല്ലാ കാര്യങ്ങളൊന്നും എന്താണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നതായിരിക്കില്ല, അല്ലെ? ഗവൺമെന്റ് എന്താ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയൊന്നും ഗവൺമെന്റ് കയ്യിൽ നിയമങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഒരു സൊസൈറ്റിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ആർക്ക് പറ്റും? അല്ലെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ പറയാത്ത, ലോഫുള്ളി ഇല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ ആർക്ക് പറ്റും? ഒരു സൊസൈറ്റി, ഒരു ബിസിനസ്സിന് പറ്റും. സോ അങ്ങനെ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യെസ് എന്താണ് ആ ഒരു ആ ഒരു സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെ? സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ആർക്ക് പറ്റും? യെസ്, നമ്മുടെ ബിസിനസ്സിന് പറ്റും. റെഡി? സെറ്റ്? ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, അവൈലബിലിറ്റി ഫോർ റിസോഴ്സസ് വിത്ത് ബിസിനസ്. നല്ല രീതിക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിൽ, റിസോഴ്സസ് വേണമെങ്കിൽ. ഓക്കെ, എന്ത് വേണം? The social responsibility. The businesses have money, skilled people and experience. Okay, these resources can help solve social problem effectively. Okay, so നല്ല അവൈലബിലിറ്റി. റെഡി? നല്ല അവൈലബിലിറ്റി ഒക്കെ ഉണ്ടാവും, അല്ലെ? ഒരു ബിസിനസ്സിലാണ് എന്താകുക ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് എന്താ ഹ്യൂമൻ റിസോഴ്സസ്, നല്ല സ്കില്ലായുള്ള ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫണ്ട് ഉണ്ടാവും. സോ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട്, അല്ലെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പറ്റുകയും ആർക്ക് തന്നെയാണ്? ഒരു ബിസിനസ്സിനാണ്. ദെൻ കൺവേർട്ടിംഗ് പ്രോബ്ലം ഇൻടു ഓപ്പർച്യൂണിറ്റി. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലത്തെ എന്താക്കി മാറ്റുക, അല്ലെ? ഒരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക. ഒരു വലിയൊരു സോഷ്യൽ ഇഷ്യൂ നടക്കുക, അവിടെ ഒരു ബിസിനസ് ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ യെസ് ആ ഒരു സൊസൈറ്റിക്ക് ആ ഒരു ബിസിനസ്സിന് ആ ഒരു സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു റീച്ച് ഉണ്ട്, അല്ലെ? ഭയങ്കര വിശ്വാസമൊക്കെ ആയി, ഭയങ്കര ഇമേജ് ഒക്കെ കയറും. ഓക്കെ, അതെന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്. റെഡി? അപ്പോൾ ആ ഒരു ഇഷ്യൂ, അല്ലെ, സോഷ്യൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. Okay, അപ്പോൾ businesses are good to turning challenges into profit. They can solve social problems and also benefit from new opportunity. അല്ലെ? പുതിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെഡി അല്ലേ? സെറ്റ്? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ശ്രദ്ധിച്ചോ, അടുത്ത പോയിന്റ് എന്താ? ബെറ്റർ എൻവിറോൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ്. അല്ലെ? ഒരു ബിസിനസ് നിലനിന്ന് പോകാൻ, അല്ലെങ്കിൽ ബിസിനസ്സിന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ, ബിസിനസ്സിന് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, അല്ലെ, ഒരു എൻവിറോൺമെന്റ് സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? യെസ്, നമ്മുടെ ബിസിനസ് ഒരു സോഷ്യൽ എന്താണ് റെസ്പോൺസിബിലിറ്റി ആണ്. ബിസിനസ്സസ് കാണ്ട് സക്സീഡ് ഇൻ എ സൊസൈറ്റി ഫുൾ ഓഫ് പ്രോബ്ലം, അല്ലെ? ആ ഫുൾ ഓഫ് പ്രോബ്ലം ഉള്ള ഒരു സൊസൈറ്റിയിൽ നിലനിന്ന് പോകാൻ ആർക്ക് പറ്റുമോ? ഒരു ബിസിനസ്സിന് പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ എന്താണ്? ബൈ ഹെൽപ്പിംഗ് സോൾവ് സോഷ്യൽ ഇഷ്യൂസ് ബിസിനസ് ക്രിയേറ്റ് എ ബെറ്റർ എൻവിറോൺമെന്റ് ടു ഗ്രോ ആൻഡ് ഓപ്പറേറ്റ്. യെസ്, അപ്പൊ എന്താണ്? നല്ല ഒരു എൻവിറോൺമെന്റ് സെറ്റ് ചെയ്താലേ ഒരു ബിസിനസ്സിന് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോ ആ ഒരു എൻവിറോൺമെന്റ് സെറ്റ് ചെയ്യാൻ അവിടുത്തെ സോഷ്യൽ ഇഷ്യൂസ് എല്ലാം ആർക്ക് സോൾവ് ചെയ്യാം? ഒരു ബിസിനസ്സിന് സോൾവ് ചെയ്യാം. അവിടെ എന്താണ്? നല്ലൊരു എൻവിറോൺമെന്റും സെറ്റ് ആവും. അതേപോലെ എന്താണ്? ആ ഒരു സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ, ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ഫോർ സോഷ്യൽ പ്രോബ്ലം. ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ സോഷ്യൽ പ്രോബ്ലം. നമ്മളിപ്പോ പറഞ്ഞ സെയിം പോയിന്റ് പോലെ സം സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് പൊല്യൂഷൻ ഓർ അൺഫെയർ ജോബ് ആൻഡ് കോസ്ഡ് by businesses. So it is their moral duty to help solve these problems, not leave them to others. ഒരു ബിസിനസ് മൂലം ഉണ്ടാകുന്ന ചില ഇഷ്യൂസ് ഉണ്ടാവും, പൊല്യൂഷൻ പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിലോ ഒരു ബിസിനസ്സിന് പെട്ടെന്ന് പരിഹരിച്ച് തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ഈ ജോബ് ഓഫർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണ്? നന്നായിട്ട് കൊടുക്കുക, അല്ലെ? അതൊക്കെ നന്നായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ ആ ഒരു സൊസൈറ്റിയെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ക്ലാസ് എത്ര മണി വരെ ഉണ്ടാവും? ക്ലാസ് നമുക്കൊരു 8:30 ആകുമ്പോഴത്തേക്ക് നിർത്തണ. യെസ്, ഓക്കെ. അപ്പൊ 8 പോയിന്റ്സുകളാണ് ശ്രദ്ധിക്കുക. 8 പോയിന്റ്സുകളാണ് എന്തെന്ന് നമുക്ക് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് പഠിക്കാനുള്ളത്. അതായത്
ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്നുള്ള രീതിയിൽ പറയുന്ന ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം ഒരു ബിസിനസ്സിന് വേണ്ടി. ഓക്കെ ഓക്കെ, ദൈവം പിന്നെയും തുടങ്ങിയല്ലോ അളവെടുക്കാൻ. യദു സാർ 6 ഫീറ്റ് 3 ഇഞ്ച്, 6 അടി 3 ഇഞ്ചോ 191 സെന്റിമീറ്ററോ എന്തോന്നടേ, 191 പോടാറുണ്ട്. ഓക്കെ, സെറ്റ്, റെഡി. അപ്പൊ ഇതാണ് ഈ 8 പോയിന്റ്സ് മക്കൾ ഓർത്ത് വെക്കണം. എന്തിന്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു പോയിന്റ് കൂടെ പഠിക്കാണ്ട്. ഏതാണ്? ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന എന്തുണ്ട്? ആർഗ്യുമെന്റ്സ് കൂടെ ഉണ്ട്. അതും നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കോ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ബിസിനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ബിസിനസിന്റെ മെയിൻ ലക്ഷ്യമായിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എന്ത്? പ്രോഫിറ്റ്, അല്ലെ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക എന്ന ലക്ഷ്യത്തിന് എതിരാണ് എന്നാണ്. 150 അടുത്തുണ്ടാവും, 170 സംതിങ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാറ് കുറെ കാലം നോക്കിയിട്ട്. റെഡി? അപ്പൊ ആദ്യം എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ ലക്ഷ്യത്തിനെതിരാണെന്നാണ് നമ്മുടെ ആദ്യത്തെ ആർഗ്യുമെന്റ്സ്. ഓക്കെ, ആർഗ്യുമെന്റ്സ്. എന്താ സാവിയോ വന്നോ? അപ്പൊ ശ്രദ്ധിച്ചോ, ബിസിനസ് എക്സിസ്റ്റ് ടു മേക്ക് പ്രോഫിറ്റ്, അല്ലെ? ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാ? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മേ ഡിസ്ട്രാക്ട് ഫ്രോം ദീസ് ഗോൾ. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യമാണ്, അല്ലെ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇറ്റ്സെൽഫ് ഈസ് സീൻ ആസ് ദ ബെസ്റ്റ് വേ ടു സെർവ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അല്ലെ? അത് നല്ല ബെസ്റ്റ് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് നമ്മുടെ സൊസൈറ്റി കൊടുക്കാനുള്ള ഏറ്റവും നല്ല സർവീസ് എന്നുള്ള രീതിയിലാണ് എന്താ ഈ ഒരു ആർഗ്യുമെന്റ് പറയുന്നത്. ഓക്കെ ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത് ശ്രദ്ധിച്ചോ, ബേർഡൻ ഓൺ കൺസ്യൂമേഴ്സിന് ഒരു ബാധ്യതയാണ്, അല്ലെ? ഒരു പ്രോബ്ലമാണ് ഇത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എങ്ങനെ? ശ്രദ്ധിച്ചോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി കോസ്റ്റ്ലി ഫോർ ബിസിനസ്സസ്. ഉണ്ടല്ലോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് നമ്മൾ ചെയ്യുക, അല്ലെ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ ബിസിനസ്സിന് കുറച്ച് ചെലവുണ്ടാകുന്ന പരിപാടിയാണ്, അല്ലെ? ദീസ് കോസ്റ്റ് മേ ബി പാസ്ഡ് ഓൺ ടു കസ്റ്റമേഴ്സ് ത്രൂ ഹയർ പ്രൈസ്. ആണല്ലോ, ഈ കോസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തിരിച്ചു പിടിക്കുക ഇതിലൂടെയാ നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ വില, അല്ലെ? അതിന്റെ പ്രൈസ് കൂട്ടിയിട്ടാണ്. റെഡി? അപ്പൊ ശ്രദ്ധിച്ചോ, ദീസ് മേക്ക് ഇറ്റ് അൺഫെയർ ടു ദ കൺസ്യൂമർ. സോ എന്താണ്? വെറുതെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പോയി കോസ്റ്റ് ഉണ്ടാക്കി പണി തരരുത് എന്നാണ് നമ്മുടെ സെക്കൻഡ് ആർഗ്യുമെന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ തേർഡ് പോയിന്റ് ശ്രദ്ധിച്ചോ, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽ. ഓക്കെ, സോഷ്യൽ സ്കിൽസ് വേണ്ട രീതിയിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു ബിസിനസ്സിന്. ബിസിനസ്മാൻ ലാക്ക് ഓഫ് സ്കിൽ ടു സോൾവ് സോഷ്യൽ പ്രോബ്ലം. സോഷ്യൽ ഇഷ്യൂസ് നീഡ് എക്സ്പേർട്ട്, നോട്ട് ബിസിനസ്സസ്. ഓക്കെ, സോ സച്ച് പ്രോബ്ലം ഷുഡ് ബി ഹാൻഡിൽഡ് ബൈ സ്പെഷ്യൽ ഏജൻസീസ്. ഉണ്ടല്ലോ, ഒരു ബിസിനസ്മാൻ ഒരിക്കലും എപ്പോഴും എന്തുണ്ടാവില്ല, അല്ലെ? ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും സോൾവ് ആ ഒരു രീതിയിലുള്ള സ്കില്ലുകൾ ഉണ്ടാവണമെന്നില്ല, അല്ലെ? അതിനെന്താ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വേണം. ഓക്കെ, റെഡി? അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സെറ്റ്? ഓക്കെ, അങ്ങനെയെങ്കിൽ നാലാമത്തെ ലാസ്റ്റ്, ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. പബ്ലിക് സപ്പോർട്ട് വേണ്ട രീതിയിൽ ഒരു ബിസിനസ്സിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അടുത്ത്. ശ്രദ്ധിച്ചോ, പീപ്പിൾ ഓഫൺ ഡോണ്ട് ട്രസ്റ്റ് ബിസിനസ് ഇൻ സോഷ്യൽ മാറ്റേഴ്സ്. ഓക്കെ, ദിസ് ലാക്ക് ഓഫ് സപ്പോർട്ട് മേക്ക് ഇറ്റ് ഹാർഡ് ഫോർ ബിസിനസ്സസ് ടു സക്സീഡ് ഇൻ സോൾവിങ് സോഷ്യൽ പ്രോബ്ലം. ഓക്കെ, അപ്പൊ എന്താണ്? പൊതുവെ സമൂഹത്തിന്, അല്ലെ, നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ്? ബിസിനസ്സുകൾ അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിനോട് വലിയ താല്പര്യമില്ല, അല്ലെ? വലിയ രീതിയിൽ അവരെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആർഗ്യുമെന്റ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓക്കെ,
ശ്രീയെ എനിക്കറിയില്ലടാ എന്നാ. ഓ ശ്രീയെ സാറ് വിചാരിച്ച സാറേ അറിയില്ല എന്നങ്ങനാണ്. ഓക്കെ ഓക്കെ റെഡി. അപ്പം എന്താണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ബിസിനസ് ഇടപെടുന്നത് അല്ലെ? എന്താണ് സൊസൈറ്റിക്ക് വലിയ രീതിയിൽ ട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഇവൻ ലോകത്തുള്ള ആൾക്കാരെ ഫുള്ള് ഹൈറ്റും വെയിറ്റും ഒക്കെ എടുത്ത് നടക്കുകയാണല്ലോ ഈശ്വരാ. ഓക്കെ സാർ പ്രാങ്ക്ഡ് റെഡി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പബ്ലിക് സപ്പോർട്ട് നമുക്ക് വേണ്ട രീതിയിലില്ല. അപ്പൊ നമ്മൾ എന്താ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണ്ട എന്നുള്ളതാണ് 4ാമത്തെ നമ്മുടെ പോയിന്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് എന്തെന്ന് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യകതകൾ എന്ന് പറയുന്നത് 2 ആർഗ്യുമെന്റ്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്ന ആർഗ്യുമെന്റ്സ്. രണ്ടാമത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ക്വസ്റ്റ്യൻ മക്കൾക്ക് ഉണ്ടാവും എന്തൊക്കെയാണ് നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ചോദിക്കും. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യകതകൾ ഏതു? അപ്പം നിങ്ങൾ എഴുതേണ്ട പോയിന്റുകൾ ഏതാണെന്ന് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. റെഡിയാണോ? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് പോണം അടുത്ത ടേം കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ടൈപ്സ്. മക്കളെ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. റെഡി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ടൈപ്സ്. ഓക്കെ, പല ടൈപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പല ടൈപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട്. പേരുകൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ക്യാൻ ബ്രോഡ്ലി ബി ഡിവൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. അപ്പൊ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 എണ്ണം. ഓക്കെ, ഓരോന്നും നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചോ, ഓരോന്നും നമുക്ക് പഠിക്കാം. മക്കളെ എന്താണ് എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ ഇരിക്കുന്നത്? ഒന്ന് സെറ്റ് ആയിക്കേ. റെഡി സാർ? ഓ മക്കളെ കുറച്ച് തീയും പുകയൊക്കെ ഒന്നിട്ട് തന്നെ. എന്തായത് ആർക്കും ഒരു അനക്കവും ഒന്നും ഇല്ലാത്ത പോരട്ടെ അങ്ങോട്ട്. മിസൈലൊക്കെ വരുന്നുണ്ട്. എന്താ ഇത്? മിസൈലൊന്നും വേണ്ട. റെഡി. ഓക്കെ. ഒരു തീ കണ്ടു. 2 തീ കണ്ടു. 3, 4, 5, 6, 7 തീ കണ്ടു. സെറ്റ്. റെഡി. അപ്പൊ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതാണ്? എവിടെ നിൽക്കണോ? അടങ്ങി നിൽക്കണോ? ഓക്കെ, ഒന്നാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏത്? ഒന്നാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏത്? ഒന്നാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതാ? എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി? ആദ്യം നമുക്ക് പഠിക്കണം. എ ബിസിനസ് എന്റർപ്രൈസസ് ഈസ് basically an economic entity and therefore it is primary social responsibility is economic. That is, produce goods and services that society want and sell them at profit. There is a little discretion in performing this responsibility. നമ്മുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അത് എക്കണോമിക്കലി ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്ത്? നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് ഉണ്ടാക്കുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, സെല്ല് ചെയ്യുക. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? എക്കണോമിക്കലി നമ്മൾ എന്താകുക? ഡെവലപ്പ് ആകുക, അല്ലെ? നമ്മൾ ലാഭം ഉണ്ടാക്കുക. പറ്റിച്ചിട്ടൊന്നുമല്ല, അല്ലെ? സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്ത് കൊടുത്തുകൊണ്ട് എക്കണോമിക്കലി നമ്മൾ എന്ത് ചെയ്യുക? സർവീസുകളും പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അല്ലെ? എക്കണോമിക്കലി നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് നമ്മൾ ചെയ്യുക.
ഒന്നാമത്തത്. റെഡി? അങ്ങനെയെങ്കിൽ സെക്കൻഡ് ശ്രദ്ധിച്ചോ, ലീഗൽ റെസ്പോൺസിബിലിറ്റി. അടുത്തെന്താ? നിയമപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ലീഗൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? എവറി ബിസിനസ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു ഓപ്പറേറ്റ് വിത്തിൻ ദ ലോ ഓഫ് ദ ലാൻഡ്. അല്ലെ? നമ്മുടെ നാട്ടില് അല്ലെ, നമ്മുടെ ഏരിയയിലുള്ള നിയമം അല്ലെ, അല്ലെ നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ ഫോളോ ചെയ്ത് പോകണം. Okay, since these law are mean for the good of the society, a law abiding enterprises is the socially responsible enterprises as well. Okay, അപ്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ സെക്കൻഡ് ടൈപ്പ് ഏതാണ്? ലീഗലി നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം അല്ലെ? നമ്മൾ എന്താക്കണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മളിപ്പോ ടാക്സുകളൊക്കെ അടയ്ക്കണം അല്ലെ? പ്രൊഡക്റ്റുകളൊന്നും മായം ചേർക്കാൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അല്ലെ? അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. മൂന്നാമത് ശ്രദ്ധിച്ചോ, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. എത്തിക്സ് വേണം, സോഷ്യൽ എത്തിക്സ് വേണം. ഓക്കെ, എന്താണ്? ദീസ് ഇൻക്ലൂഡ് ദ ബിഹേവിയർ ഓഫ് ദ ഫേം ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ബൈ സൊസൈറ്റി ബട്ട് നോട്ട് കോഡിഫൈഡ് ഇൻ ലോ. ഓക്കെ, എന്താ? നിയമപരമായിട്ട് കോഡിഫൈ ചെയ്തിട്ടില്ല. എന്താ കോഡിഫൈ ചെയ്യാ മീൻസ്? എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലാത്ത. ഓക്കെ, ബിഹേവിയർ ബേസ്ഡ് അല്ലെ? നമ്മുടെ എങ്ങനെ, ഏതാണ് റൈറ്റ്, ഏതാണ് റോങ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കാര്യം, അതാണ് എത്തിക്സ് എന്ന് പറഞ്ഞ. റെഡി? ഫോർ എക്സാമ്പിൾ, റെസ്പെക്ടിങ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ വൈൽ അഡ്വർടൈസിങ് ഫോർ എ പ്രൊഡക്റ്റ്. ആണല്ലോ അല്ലെ? നമ്മൾ എന്താ, ഒരു റിലീജിയനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക അല്ലെ? വ്യക്തികളെ, അവരുടെ ഡിഗ്നിറ്റിയെ ഒക്കെ എന്താക്കുക, ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതൊന്നും നിയമപരമായിട്ട് നമ്മൾ എഴുതി വെച്ച് ഫോളോ ചെയ്യേണ്ട കാര്യമാണോ? അല്ല, അതൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ ഒരു ബിഹേവിയർ ആണ് അല്ലെ? മൂത്ത ആളുകളെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കും അല്ലെ? വയസ്സിന് മൂത്ത ആളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ബഹുമാനിക്കാറുണ്ട്. അതൊക്കെ നമ്മളോട് എന്തെങ്കിലും എഴുതി വെച്ച നിയമങ്ങളാണോ നമ്മൾ പാലിക്കുന്നത്? അല്ല, നമ്മളത് ബിഹേവിയർ ആണ് അല്ലെ? സോ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദർ ഈസ് എൻ എലമെന്റ് ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ പെർഫോമിംഗ് ദിസ് റെസ്പോൺസിബിലിറ്റി. ആണല്ലോ, വോളണ്ടറി ആക്ഷൻ ആണ് അല്ലെ? സ്വമേധയാ നമ്മൾക്ക് തോന്നി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി വേണം. ഓക്കെ, ദെൻ നാലാമത്തേതാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി സ്വമേധയാ ചെയ്യേണ്ട കാര്യം. ദിസ് മീൻസ് ദ കമ്പനി വോളണ്ടറിലി ചൂസ് ടു ഡു ഗുഡ് തിങ്സ് ഫോർ സൊസൈറ്റി. ആണല്ലോ, ഒരു കമ്പനി സ്വമേധയാ ചൂസ് ചെയ്യേണ്ട കാര്യം, ഒരു സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇറ്റ് മേ ബി ഡൊണേറ്റ് മണി ടു സ്കൂൾ ഓർ ഹെൽപ്പ് പീപ്പിൾ ഡ്യൂറിങ് ഫുഡ് ഓർ എർത്തുകൊക്കെ അല്ലെ? നമ്മൾ എന്താണ്, എന്തെങ്കിലും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദുരിതബാധിത പ്രദേശങ്ങളിലൊക്കെ നമുക്ക് എന്താ ഫുഡ് കൊടുക്കാം, അതുപോലെ തന്നെ പൈസ കൊടുക്കാം, വീട് കെട്ടി കൊടുക്കാം അല്ലെ? സ്കൂളുകൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എന്താ കണ്ടറിഞ്ഞ് വോളണ്ടറിലി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. Okay, it is also the duty of the company's management to protect investors' money by avoiding risky activities and only doing safe and profitable business. അപ്പോൾ ഇതിലൂടെ എന്താണ്? നമുക്ക് എന്താ, ഒരുപാട് റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അല്ലെ? അതൊക്കെ നമ്മൾ എന്താ മാക്സിമം ഒഴിവാക്കി കണ്ടറിഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. റെഡി? ബട്ട് അക്കൗണ്ട് സീനാണ്. ഓഹോ, അക്കൗണ്ട് സീനൊക്കെ ആയ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. സീൻ തന്നെ സീൻ. റെഡിയാണോ? ഓക്കെ, അപ്പോൾ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. 4 സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം മക്കളെ. ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ദെൻ ലാസ്റ്റ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സെറ്റാണോ? റെഡിയാണോ? ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നമ്മുടെ ചുറ്റുള്ള കുറെ ആളുകളുണ്ട് അല്ലെ? കുറെ ആളുകളുണ്ട്, ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറെ ആളുകൾ. അതായത് ഷെയർ ഹോൾഡേഴ്സ്, വർക്കേഴ്സ്, കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. റെഡി? അപ്പം ഇത്രയും ആളുകളോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്. ഓക്കെ, പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്?
ആരാണ്? ഒരു ബിസിനസിന്റെ ഓണറാണ് അല്ലെ? ഓണറാണ്. ആ ഓണർക്ക് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഓണറോട് ഒരു ബിസിനസ്സിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് എ ബിസിനസ് എന്റർപ്രൈസസ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ്. ഒന്നാമത് എന്താ? ഗിവ് ഫെയർ റിട്ടേൺ, അതായത് പ്രോഫിറ്റ് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസിന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്താ? ആ ഒരു ഓണർക്ക് വേണ്ട പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്താ? പ്രൊട്ടക്ട് ദർ മണി ഫ്രം ലോസ് അല്ലെ. അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ അത് നഷ്ടത്തിലേക്കല്ലാതെ അല്ലെ, അത് പ്രൊട്ടക്ട് ചെയ്യുക. അടുത്തെന്താ? ഷെയർ റെഗുലർ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി. കമ്പനിയെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻസും കാര്യങ്ങളും ആരോട് നമ്മൾ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആർക്ക് കൊടുത്തിരിക്കണം? ആരറിഞ്ഞിരിക്കണം? ഓണർ അറിഞ്ഞിരിക്കണം. വേണ്ടേ? ദെൻ ഇൻഫോം അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻ ആൻഡ് ഗ്രോത്ത് അല്ലെ. ഫ്യൂച്ചർ പ്ലാൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആരോട് നമ്മൾ പറഞ്ഞിരിക്കണം? ഷെയർ ഹോൾഡറോട് പറഞ്ഞിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണെന്ന് ഒരു ഷെയർ ഹോൾഡറോട് ഒരു ബിസിനസ് റെസ്പോൺസിബിൾ ആയി നിൽക്കുക എന്നതിനർത്ഥം. പോയിന്റ്സുകൾ ഓർത്ത് വയ്ക്കുക. സിമ്പിൾ പോയിന്റ്സ് അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ സെക്കൻഡ്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് വർക്കേഴ്സ്. വർക്കേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, നമ്മുടെ തൊഴിലാളികൾ അല്ലെ, എംപ്ലോയേഴ്സിനോട് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്? ഒന്നാമത്തെ, ഗിവ് മീനിങ് ആൻഡ് ഫെയർ വർക്ക് അല്ലെ. നന്നായിട്ട് അല്ലെ, അവര് എന്താ സ്കില്ലിനനുസരിച്ചുള്ള വർക്കും കാര്യങ്ങളും അവർക്ക് കൊടുക്കുക. സെക്കൻഡ്, പ്രൊവൈഡ് സേഫ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെ. സേഫ് ആയിട്ടുള്ള വർക്കിംഗ് എൻവിറോൺമെന്റ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. Then allow workers to form union അല്ലെ. ഓരോ വർക്കേഴ്സിനും അല്ലെങ്കിൽ എന്താ നമ്മുടെ ബിസിനസ്സിൽ എന്താ വർക്കേഴ്സ് യൂണിയൻ ഒക്കെ ഫോം ചെയ്യാൻ അവർക്ക് അനുവാദം കൊടുക്കുക. അത് അവരുടെ അവകാശമാണ്. Then last, ensure fair wages and fair treatment അല്ലെ. അവർക്ക് വേണ്ടതായിട്ടുള്ള തുല്യ വേതനങ്ങളും കാര്യങ്ങളും എന്താ വർക്കിനനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിരിക്കുക. ഓക്കെ, വേജ് ആയും സാലറി ആയും പിന്നെ അതുപോലെ തന്നെ ബോണസ് ആയിട്ടും ഒക്കെ. ഓക്കെ, റെഡി? റെഡിയാണോ? സെറ്റ്? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ അടുത്ത് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനോട് ഇനി എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്? കൺസ്യൂമേഴ്സിനോട് എന്തെല്ലാം വേണം? കൺസ്യൂമേഴ്സിനോട് പ്രൊവൈഡ് ദ റൈറ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒന്നാമത്തെ കാര്യം അല്ലെ, കൺസ്യൂമേഴ്സിന് വേണ്ട രീതിയിൽ തന്നെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക, പ്രൊഡക്റ്റ് കൊടുക്കുക. ചാർജ് റീസണബിൾ പ്രൈസ്, നല്ല പ്രൈസ്. പിന്നെയോ അവോയ്ഡ് അഡൾട്രേഷൻ ആൻഡ് പുവർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് അല്ലെ. മായം ചേർക്കുക, തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടികൾ ഇല്ലാതിരിക്കുക. ഓക്കെ, ഓഫർ ഗുഡ് സർവീസ് ആൻഡ് ബി പൊളൈറ്റ് ടു കസ്റ്റമേഴ്സ്. ഇപ്പോഴെന്താണ്? സത്യസന്ധരായിട്ട് ഡീൽ ചെയ്യുക കസ്റ്റമേഴ്സിന് അല്ലെ. നല്ല ഗുഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെയോ ഡു നോട്ട് യൂസ് ഫാൾസ് ആൻഡ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങളൊന്നും പറഞ്ഞുകൊണ്ടുള്ള എന്ത് പാടില്ല? അഡ്വർടൈസ്മെന്റ് പാടില്ല. ഗിവ് കറക്റ്റ് ആൻഡ് ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് കമ്പനി. കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫെയർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കൺസ്യൂമേഴ്സിനോട് ഇങ്ങനെയൊക്കെയല്ലേ ഒരു ബിസിനസ് റെസ്പോൺസിബിൾ ആവേണ്ടത്? യെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമേഴ്സ്. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമത്തത്, ഫോളോ ഓൾ ലോ ആൻഡ് റെഗുലേഷൻ. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാം. പേ ടാക്സസ് ഓണസ്റ്റ്ലി ഓൺ ടൈം അല്ലെ. ടൈമിനനുസരിച്ച് ടാക്സുകളൊക്കെ പേ ചെയ്യാം. പിന്നെയോ ആക്ട് ആസ് എ റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ സിറ്റിസൺ അല്ലെ. ഒരു എത്തിക്കൽ സിറ്റിസൺ, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയെ പോലെ ആര് പെരുമാറണം? ഒരു ബിസിനസ് പെരുമാറണം. ദെൻ പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ്, അവോയ്ഡ് പൊല്യൂഷൻ ആൻഡ് ഡേർട്ടി കണ്ടീഷൻസ് അല്ലെ. പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. മെയിൻറ്റെയിൻ എ ഗുഡ് ഇമേജ് സൊസൈറ്റി, സൊസൈറ്റിയിൽ ഒരു നല്ല ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഇന്ററാക്ട് പോസിറ്റീവ്ലി വിത്ത് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അല്ലെ. വ്യത്യസ്ത കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളോട് പോസിറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യാം? ഇടപെടുക. ഇതൊക്കെ എന്താണ്? ഒരു ഗവൺമെന്റിനോട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 4 നമുക്ക് പഠിക്കാനുള്ളതാ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ചോദിച്ചിരിക്കുക. ഓരോരുത്തരോടും ഉള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം
ആദ്യം ഷെയർ ഹോൾഡേഴ്സ്, സെക്കൻഡ് വർക്കേഴ്സ്, 3 കൺസ്യൂമേഴ്സ്, ദെൻ ലാസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. പഠിച്ചിരിക്കണം. പോയിന്റുകളാണ്, സിമ്പിൾ പോയിന്റുകളാണ്, നമുക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റും. പക്ഷേ അത് എഴുതണമെങ്കിൽ ജസ്റ്റ് എന്താണ് ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മക്കൾക്ക് കിട്ടണം. റെഡിയാണോ? 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 സെറ്റാണോ? 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 ഓക്കെ. ഓക്കെ ഓക്കെ മക്കളെ, റെഡി റെഡി റെഡി. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ അടുത്ത ഐറ്റം, ബിസിനസ് ആൻഡ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഇതാണ് ബിസിനസ് ആൻഡ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടേമാണ് എന്തെന്ന്? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അല്ലെ, എൻവിറോൺമെന്റിനെ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം, പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ, അല്ലെ. അപ്പം എന്താണ് ബിസിനസ് ആൻഡ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ? ഒരു ബിസിനസ് എങ്ങനെ ഒരു എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ ഇടപെടണം, എൻവിറോൺമെന്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം? ദ എൻവിറോൺമെന്റ് ഇൻക്ലൂഡ് നാച്ചുറൽ, ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്, എനിമൽസ്, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഇതെന്ന് ഒരു എൻവിറോൺമെന്റ്, അല്ലെ. ആൻഡ് മാൻ മെയ്ഡ് റിസോഴ്സസ്, കൾച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻ, പീപ്പിൾ, ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതിനെ നമ്മൾ എന്ത് പറയാ? എൻവിറോൺമെന്റ് എന്ന് പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആർ കോസിങ് റാപ്പിഡ് എൻവിറോൺമെന്റൽ ഡാമേജ് ആൻഡ് പൊല്യൂഷൻ ഇൻ മെനി സിറ്റീസ്. അല്ലെ, നമുക്കറിയാം, അല്ലെ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലാണ് കൂടുതലായിട്ട് നമുക്ക് എന്തുണ്ടാവുക? അവരാണ് എന്തെന്ന് പൊല്യൂഷൻസ് കാര്യങ്ങൾ എൻവിറോൺമെന്റിനെ കൂടുതലും എഫക്റ്റ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, അല്ലെ. വേസ്റ്റുകൾ ഉണ്ടാവുക, അല്ലെ, ഒരുപാട് എന്താണ് എയർ പൊല്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രീസ് ഹാം എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് അതർ ലിവിംഗ് ബീങ്സ്. പൊല്യൂഷൻ ഓൾസോ വേസ്റ്റ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഡാമേജ് കൾച്ചറൽ ഹെറിറ്റേജസ്. അല്ലെ, നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ്, നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ, അതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പല ബിസിനസ്സുകളും, അല്ലെ, പല ഇൻഡസ്ട്രികളും വർക്ക് ചെയ്യുന്നുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അല്ലെ, ലാൻഡ് പൊല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത്, അല്ലെ, എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് എന്തെന്ന് ഒരു ബിസിനസ്സും അതിന്റെ എന്താണ് എൻവിറോൺമെന്റും തമ്മിൽ എന്ത് വേണ്ടത്? ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണം ഒരു ബിസിനസ്. ആരോട്? നമ്മുടെ എൻവിറോൺമെന്റിനോട്. ഓക്കെ, ശ്രദ്ധിച്ചോ. ദ എൻവിറോൺമെന്റ് ക്യാൻ ഓൺലി absorb a limit amount harmful waste. Some toxic wastes are especially dangerous. അല്ലെ, ചില എന്താണ് ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള എന്താണ് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ബിസിനസ് ഫേസ് ദ ചാലഞ്ചസ് ഓഫ് റെഡ്യൂസിങ് പൊല്യൂഷൻ ബൈ ബെറ്റർ ടെക്നോളജീസ്. ഓക്കെ, അപ്പൊ എന്താണ് നല്ല രീതിയിലുള്ള ടെക്നോളജീസ് ഒക്കെ, അല്ലെ, നമുക്കെന്താ ഒരുപാട് ബെറ്റർ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബിസിനസ് അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാക്കി വെക്കണം എന്നാണ് പറയുന്നത്. എന്തിന്? പൊല്യൂഷൻസ് ഒക്കെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. പ്രൊട്ടക്ടിങ് ദ എൻവിറോൺമെന്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്. Then controlling pollution is essential for environmental protection. Okay. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെ, എന്താണ് എൻവിറോൺമെന്റൽ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യാം. ആര്? ഒരു ബിസിനസ് വേണ്ട രീതിയിൽ. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ ഭഗവാനെ നടക്കുന്നത്? ഈശ്വരാ, മക്കളെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേം ഒക്കെ. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേ. കോസസ് ഓഫ് പൊല്യൂഷൻ, പൊല്യൂഷൻ്റെ കോസസ്, എന്തെല്ലാം പ്രോബ്ലങ്ങളാണ് ഒരു മലിനീകരണം മൂലം, പൊല്യൂഷൻ മൂലം നമുക്ക് ഉണ്ടാവുന്നത്. ഇതൊക്കെ ജനറൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുതിയ പോയിന്റുകളൊന്നും കിട്ടേണ്ടി വരില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ എന്താക്കുക, സീരിയസ് ആയിട്ട് ഒന്ന് ഒരിക്കലെങ്കിലും അതൊന്ന് വായിക്കുക. ഇത്തരത്തിലുള്ള പോയിന്റ് അറിയുന്നതാണെങ്കിൽ ഒന്ന് വായിക്കുക, ഒന്ന് കേൾക്കുക. ഓക്കെ, നന്നായിട്ട് എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എന്താക്കണം, ഒരറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം.
ഓക്കെ സെറ്റ്. അപ്പൊ ഓൾ പാർട്ട് ഓഫ് സൊസൈറ്റി ലൈക്ക് ഇൻഡസ്ട്രി, ഗവൺമെന്റ്, ഫാമിംഗ്, മൈനിങ്, ട്രാൻസ്പോർട്ട്, കൺസ്ട്രക്ഷൻ ആൻഡ് കൺസ്യൂമേഴ്സ് ക്രിയേറ്റ് വേസ്റ്റ് അല്ലെ. എന്താണ് ഒരു എൻവിറോൺമെന്റിലെ എല്ലാ ഘടകങ്ങളും എന്തുണ്ടാക്കുന്നുണ്ട്? വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. These waste contain pollutant which are harmful material released during making or using product. Pollution happen when these pollutants go beyond what the environment can handle. അപ്പോൾ അതിൽ തന്നെ എന്താണ് കുറെ പൊല്യൂഷൻസ് ഒക്കെ ആർക്ക് നമ്മുടെ എൻവിറോൺമെന്റിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. പക്ഷെ എന്താണ് ഒരു എൻവിറോൺമെന്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് എന്താണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് ഒരു എൻവിറോൺമെന്റിനെ നശിപ്പിക്കുക. ഇൻഡസ്ട്രീസ് ആർ ദ ബിഗ്ഗസ്റ്റ് പൊല്യൂട്ടേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡസ്ട്രീസ് ആണ് അല്ലെ. പ്രൊഡ്യൂസിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഹാർംഫുൾ വേസ്റ്റ്. ബിസിനസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് മേക്കിംഗ്, മൂവിംഗ് ആൻഡ് യൂസിംഗ് ഗുഡ്സ് ഓഫൺ കോസ് മേജർ പൊല്യൂഷൻ, എസ്പെഷ്യലി എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് നോയിസ് പൊല്യൂഷൻസ്. അപ്പം അതിൽ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എന്താണ്? പ്രസന്റ് സിസ്റ്റം കൊണ്ടുവരുമോ? ആയിക്കോട്ടെ ചെയ്യാം. സാറ് ഹാജർ പട്ടികയൊക്കെ എടുത്ത് നിൽക്കാം, എന്നിട്ട് പേര് വിളിച്ചിട്ട് ഇതാക്കാം, ഇൻഡു മാർക്ക് ചെയ്യാം. ഓക്കെ സെറ്റ് റെഡി. അപ്പം എന്താണ് ഇത്തരത്തിലുള്ള ഒരു എൻവിറോൺമെന്റിലെ പല ഐറ്റംസും എന്താക്കുന്നുണ്ട്? യെസ്, നമ്മുടെ വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു ബിസിനസ് ആയിരിക്കും. അവരാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, പ്രൊഡക്റ്റ് മൂവ് ചെയ്യുക, അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇടപെടുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന വേസ്റ്റുകളും നമ്മുടെ എൻവിറോൺമെന്റിലെ ഒരുപാട് ഘടകങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതും ഈ ഓരോ പൊല്യൂഷനെ കുറിച്ചുമാണ്. ഓക്കെ, എയർ പൊല്യൂഷൻ പറ്റിയതൂന്നോ? Okay, അപ്പോൾ air pollution is the result of a combination of factors which lower the air quality. It is mainly due to carbon monoxide emitted by automobiles which contribute to air pollution. അറിയാലോ, നമ്മുടെ വായുവിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന ഐറ്റം ഏറ്റവും വലിയ ഘടകം കാർബൺ മോണോക്സൈഡ് അല്ലെ. നമ്മുടെ ഓസോൺ ശോഷണത്തിനൊക്കെ കാരണമാകുന്ന അല്ലെ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ പതിക്കാനിടയാക്കുന്ന ഐറ്റം. കോട്ട ഇവിടെ അല്ല, കുറെ കാലമായി കാണാണ്ട്, എവിടെയാണോ എന്തോ. ഓക്കെ, അപ്പൊ സിമിലർലി സ്മോക്ക് ആൻഡ് അതർ കെമിക്കൽസ് ഫ്രം മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് പൊല്യൂട്ട് ദ എയർ. റിസൾട്ടന്റ് എയർ പൊല്യൂഷൻ ഹാസ് ക്രിയേറ്റഡ് എ ഹോൾ ഇൻ ഓസോൺ ലെയർ. കണ്ടല്ലോ എവിടാ? നമ്മുടെ ഓസോൺ ലെയറിൽ ഓട്ടയിടുന്നു. ഇതെന്താണ്? ലീഡിങ് ടു ഡേഞ്ചറസ് വാർമിംഗ് ഓൺ ദ എർത്ത്. ഇതെന്തിലേക്ക് നയിക്കുന്നു? നമ്മുടെ ഭൂമിയുടെ നാശം. അറിയുന്ന കാര്യങ്ങളല്ലേ, ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ശ്രദ്ധിച്ചോ, വാട്ടർ പൊല്യൂഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ? വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? എന്താണ് വാട്ടർ പൊല്യൂഷൻ? ഇവനെന്തൊക്കെയാ ചോദിക്കുന്നത്? ഓക്കെ, കാസ്റ്റൊക്കെ ചോദിക്കുന്നു. വിടറാ, അതൊന്നും പറയാൻ പോലും പാടില്ല. വാട്ട് ദ ഹെൽ, ഒന്നും പറയാനേ പാടില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതും പാടില്ല. കാസ്റ്റ്, റിലീജിയൻ, സെറ്റ് റെഡി. വാട്ടർ പൊല്യൂഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ? വെള്ളം മലിനമാക്കുന്നു. വാട്ടർ ബിക്കം പൊല്യൂട്ടഡ് പ്രൈമർലി ഫ്രം കെമിക്കൽ ആൻഡ് വേസ്റ്റ് ഡംപിംഗ്. For years, business enterprises have been dumping waste into rivers, streams, and lakes with little regard of the consequences. Water pollution has led to death of several animals and poses a serious threat to human life. അറിയാലോ, വെള്ളത്തിൽ എന്താണ് വേസ്റ്റുകൾ കൊണ്ട് ബിസിനസ്സുകൾ തട്ടുന്നു. പണ്ടൊക്കെ മെയിൻ പരിപാടിയായിരുന്നു. ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി എന്തായിരുന്നു? യെസ്, പുഴ എന്നൊക്കെ ഉള്ളത്, റിവർ എന്നൊക്കെ ഉള്ളത് എന്താണ്? നമ്മൾക്ക് വേസ്റ്റ് തട്ടാനുള്ള സ്ഥലമാണ് എന്നുള്ളതായിരുന്നു. സോ അപ്പോൾ എന്താണ്, ഒരുപാട് മൃഗങ്ങൾക്ക് അല്ലെ, പക്ഷി ജല മൃഗാദികൾക്കൊക്കെ അത് ഇഷ്യൂ ആയി. എന്തിന്? ഹ്യൂമൻ ലൈഫിന് വരെ ഇഷ്യൂ ആകുന്ന കാര്യമാണ് വാട്ടർ പൊല്യൂഷൻ. അടുത്തത് വെച്ചോ ലാൻഡ് പൊല്യൂഷൻ.
Okay, dumping of toxic waste on land causes land pollution. This damages the quality of land, making it unfit of agriculture or plantation. Restoring the quality of the land that has already been damaged is a big problem. അല്ലേ, നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ ഭൂമിയിലേക്ക് ഡംപ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ, അത് ഇത് മറ്റേത് മറിച്ചേത്, ഭൂമിക്ക് ഇത്രത്തോളം സീൻ ഉണ്ടാകുന്നു അല്ലേ. നല്ല രീതിക്ക് ഫാമിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. എന്തുണ്ടാവുന്നില്ല, മരങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെ. ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്താക്കുന്നു. സാറിൻ്റെ വീട് ഗോദാവരി റിവറിൻ്റെ തീരത്തല്ലേന്നോ? ഗോദാവരി അല്ലടാ, ആടെ പുഴ. സാറിൻ്റെ ഏരിയയിൽ പുഴയൊന്നുമില്ല. പുഴയുണ്ട്, കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ, കുറച്ച് ദൂരത്തേക്ക് വന്നാൽ പുഴയുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ലാൻഡ് പൊല്യൂഷൻ ഓർത്ത് വയ്ക്കുക. റെഡി. ഇതിനടുത്ത് ലാസ്റ്റ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം. ശബ്ദ മലിനീകരണം അല്ലേ. The noise caused by running a factories and vehicle is merely a serious annoyance, but is also serious health hazard. Sorry, annoyance. ഓക്കെ, എന്താണ്? ഭയങ്കര ശല്യം അല്ലെ. ഫാക്ടറിന്റെ സൗണ്ടുകൾ, വാഹനത്തിന്റെ സൗണ്ടുകൾ അല്ലെ. ഏതാ? യെസ്, പൊല്യൂഷൻ ക്യാൻ ബി റെസ്പോൺസിബിൾ ഫോർ മെനി ഡിസീസസ് ലൈക്ക് ലോസ് ഓഫ് ഹിയറിംഗ്, malfunctioning of the heart and mental disorder. പ്രാന്ത് വരെ ആയിപ്പോ, ചെവി കേൾക്കൂല, ചെവി അടിച്ചു പോവുക, ഹാർട്ടിന് പ്രോബ്ലമാണ്. അങ്ങനത്തെ ഒരുപാട്. ബ്ലഡ് സി യദു സാർ, എന്താടാ സാറിന്റെ പേരൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രോബ്ലത്തിന് കാരണമാകുന്ന ഐറ്റമാണ് ഇത് ശബ്ദം, നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു എൻവിറോൺമെന്റലി എന്താണ് സോഷ്യൽ റെസ്പോൺസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള പൊല്യൂഷൻസിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ഇല്ലാതെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ഒരു എൻവിറോൺമെന്റിലുള്ള പൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് ജനറൽ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഓർത്ത് വെച്ചോളൂ ഇത്രയും പോയിന്റ്സ്: വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ. എഴുതൂലേ? ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി 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 യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. കീ റീസൺസ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാ? ഒന്നാമത്തത് റിഡക്ഷൻ ഓഫ് ഹെൽത്ത് ഹസാർഡ് അല്ലെ. നമ്മുടെ ശാരീരികമായിട്ടുള്ള സാർ കുമാറിയ സാറിനെ അറിയുമോ? നമ്മുടെ എജുപോർട്ടിലെ സാറല്ലേ, സാറിനെ അറിയാം. ഐ മീൻ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അറിയില്ല, സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ലൈവ് ഒക്കെ കാണാറുണ്ട്, അങ്ങനെ അറിയാം. ഓക്കെ, റെഡി. അപ്പൊ എന്താ? റിഡക്ഷൻ ഓഫ് ഹെൽത്ത് ഹസാർഡ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഹെൽത്ത് അല്ലെ. ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം അല്ലെ. There is increasing evidence that many diseases like cancer, heart attack and lung cancer are caused by pollution in the environment. Pollution control measure can not only check the seriousness of such diseases but can also be supporting for healthy life on earth. നമ്മൾക്ക് ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ മനുഷ്യന്മാരെ കേസ്, അനിമൽസിൻ്റെ ഒക്കെ വിട്ടോ, മനുഷ്യന്മാരുടെ കേസ് തന്നെ പിടിച്ചോ. നമുക്കിവിടെ നിലനിന്ന് പോകണമെങ്കിൽ പൊല്യൂഷൻ മാക്സിമം കുറയ്ക്കുന്ന നല്ലത്. ചത്തുപോകും, തട്ടിപ്പോവും. ഓക്കെ, സെറ്റ്. റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ലാബിലിറ്റി, ബാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, നോക്കിക്കോ, ബിസിനസിന്റെ കേസാണ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ആൻ എന്റർപ്രൈസസ് ഈസ് ഹെൽഡ് ലാബിൾ ടു പേ കോമ്പൻസേഷൻ ടു പീപ്പിൾ അഫക്റ്റ് ബൈ ദ ടോക്സിറ്റി ഓഫ് ദ gases അല്ലെങ്കിൽ liquid and solid wastes it has used into the environment. Therefore, it is sound business policy to install pollution control device in its
permisses to reduce the risk of liability. അല്ലെ, ഒരു ബിസിനസ് മൂലം ഒരു സൊസൈറ്റിയിലെ ആളുകൾക്ക് എന്തെങ്കിലും പൊല്യൂഷൻ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അതിന് ആരാ റെസ്പോൺസിബിൾ? ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് എന്താണ്, അതിന് കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതെന്താണ് ഒരു ബിസിനസ്സിന്? ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്, ചെലവാണ്, കോസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ആ ഒരു ചെലവ്, ആ ഒരു ബാധ്യത, ആ ഒരു ലാബിലിറ്റി ഒരു ബിസിനസ് ഏറ്റെടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാണ്ട് നോക്കിയാൽ മതി. അതിന് എന്ത് ചെയ്താൽ മതി? നല്ല പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്, ഡിവൈസസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, റെഡി? അടുത്ത് ശ്രദ്ധിച്ചോ, കോസ്റ്റ് സേവിങ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ലാബിലിറ്റിന്റെ നേരത്തെ അതേപോലെ കോസ്റ്റ്, ചെലവ്. An effective pollution control program is also needed to save cost of operating business. Cost saving are particularly noticeable when improper production technology result in greater waste, which lead to higher cost waste disposal and cost ക്ലീനിങ് ദ പ്ലാന്റ്സ്. അല്ലെ, എന്താ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് വേസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. ഐ മീൻ വേസ്റ്റ് എന്താണ് ഡംപ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് മെഷേഴ്സ് ഒന്നും നമ്മുടെ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് അടിക്കും. ഒരുപാട് വേസ്റ്റ് അടിച്ചാൽ അതെന്ത് ആയാലും നമ്മുടെ ബിസിനസ് തന്നെ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സോ നമുക്ക് ചിലവാണ്. അത് ചിലവില്ലാതെ നോക്കുക എന്നുള്ളത് ആദ്യമേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ നാലാമത്തത് ഇംപ്രൂവ്ഡ് പബ്ലിക് ഇമേജ്. പബ്ലിക് ഇമേജ് കൂട്ടാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താ? പൊല്യൂഷനോ കൺട്രോൾ ചെയ്യാം. A society become increasingly conscious of environmental quality. A firm's policy and practices for controlling waste will increasingly influence people's attitude towards its working. A firm that promote the cause of environment will be able to enjoy a good reputation and will be perceived as a social responsibility enterprises. Proper ആയിട്ട് അല്ലെ, സൊസൈറ്റിക്ക് മോശമാകുന്ന രീതിയിലൊന്നും നമ്മുടെ ബിസിനസ് എഫക്റ്റ് ആയിട്ടില്ലെങ്കിൽ, പൊല്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് പൊല്യൂഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? നല്ലൊരു പബ്ലിക് ഇമേജ് ഉണ്ടാവും അല്ലെ. ഒരു ബിസിനസിന്റെ ചുറ്റും അല്ലെ ഒരു ഫാക്ടറിന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ആ ഒരു ഫാക്ടറി കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ലെങ്കിൽ അവരെന്താ പറയുക? അവർ കൊള്ളാട്ടോ, അവർ നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു പ്രശ്നവും നമുക്കില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും അല്ലെ. അതെന്താണ്? പബ്ലിക് ഇമേജാണ് അല്ലെ. അവർക്ക് ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്ന് മുന്നോട്ട് പോവാം, എത്ര കാലം വേണേ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നു വരികയാണ്. സോ എന്താണ്? നല്ലൊരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കി എടുക്കാനും കൂടി എന്നാണ് എന്തെന്ന് നമ്മൾ ഈ പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? സെറ്റല്ലേ? റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ. അതർ സോഷ്യൽ ബെനിഫിറ്റ്. മറ്റ് സോഷ്യൽ ബെനിഫിറ്റ്സ് എന്താ? പൊല്യൂഷൻ കൺട്രോൾ റിസൾട്ട് ഇൻ മെനി അതർ ബെനിഫിറ്റ്സ് ലൈക്ക് ദ ക്ലിയർ വിസിബിലിറ്റി, ക്ലിയർനെസ് ബിൽഡിംഗ്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ പ്രൊഡക്റ്റ്. അല്ലേ, കാഴ്ച. നമ്മളെ ബിൽഡിങ്, ചില ബിൽഡിംഗ് കണ്ടില്ലേ, നല്ല എന്താണ് റോഡ് സൈഡിലൊക്കെ ഉള്ള ബിൽഡിംഗ് കാണാം, പെട്ടെന്ന് എന്താ നിറമങ്ങ് നോക്കണം. അതൊക്കെ എന്താണ്? മലിനീകരണം അല്ലെ, പുകേൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അതുപോലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഇല്ലാതാകുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് അതർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ബെനിഫിറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം? പൊല്യൂഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ പോയിന്റുകൾ ഓർത്ത് വെച്ചോളുക. ജനറൽ പോയിന്റ് ആണ്. പണ്ടത്തെ സ്കൂളിലൊക്കെ നിങ്ങൾ മക്കൾ എന്താ ഉപന്യാസമൊക്കെ എഴുതാറില്ലേ? അങ്ങനത്തെ പോയിന്റുകളാണ്. ഇതൊക്കെ എക്സാമിനേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കോണമെന്നില്ല. ഓക്കെ, പെട്ടെന്ന് ആ സമയത്തൊക്കെ എഴുതുമ്പോൾ പോയിന്റ് ഒന്നും കിട്ടുന്നില്ല, ഒരു കളി കളിക്കും നമ്മൾ. റെഡി? അപ്പോൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര അറിയുന്ന പോയിന്റുകളാണെങ്കിലും എത്ര അറിയുന്ന കാര്യമാണെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, കുറേ പോയിന്റ്സ് സ്കിപ്പ് ആവാറുണ്ട്, കിട്ടാറില്ല. ആ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കണമെങ്കിൽ അറിയുന്ന പോയിന്റ് ആണെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, സെറ്റ്? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റിലെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്ട് ഈസ് എത്തിക്സ്? എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എത്തിക്സ്? ആ ടേം ആരെയും കേട്ടിട്ടുണ്ടോ? എത്തിക്സ്. ഈ ഒരു കാര്യം മക്കൾ ഓർത്ത് വെക്കണം. The word ethics is derived from the Greek word ethos, which means character, sentiments of community. കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റിയുടെ സെന്റിമെന്റ്സ് എന്നൊക്കെ മീനിങ് വരുന്ന എത്തോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും ആണ് എന്ത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? എത്തിക്സ് എന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മക്കൾ ഓർത്ത് വെക്കുക. എത്തിക്സിനെ കുറിച്ച് എഴുതുമ്പോൾ ഫസ്റ്റ് വരി തന്നെ ഇതാ ഈ പോയിന്റ് ഒക്കെ വെച്ച് ചാർട്ട് എഴുതി കൊടുക്കുക. ടീച്ചേഴ്സൊക്കെ ഫ്ലാറ്റ് ആവും. ഓക്കെ,
Okay, ethics means knowing what is right and wrong, choosing to do the right thing. കണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ഏതാണ് ശരി, ഏതാണ് റൈറ്റ്, ഏതാണ് റോങ്, ഏതാണ് തെറ്റായിട്ടുള്ള കാര്യം എന്നത് കൃത്യമായി തിരിച്ചറിയുകയും അതിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുക, അതാണ് എന്തെന്ന് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് ഗുഡ് ബിഹേവിയർ, ബീയിങ് ഹോണസ്റ്റ്, fair and respectful to others in personal and professional life. ഓക്കെ, എന്താണ് ദ ബിഹേവിയർ ആയാലും ഹോണസ്റ്റ് ആയിട്ട്, ഫെയർ ആയിട്ട്, അല്ലെ, റെസ്പെക്ട്ഫുൾ ആയിട്ട്, അല്ലെ, നമ്മുടെ എന്താണ് മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ നിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയുക, എത്തിക്സ് എന്ന് പറയും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ടേം ആണ്. അപ്പോൾ കുറച്ച് കീ പോയിന്റ്സ് ഓർത്ത് വെച്ചോളാം എത്തിക്സിനെ കുറിച്ചുള്ള പോയിന്റ്. മക്കളെ, ഈ പോയിന്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എത്തിക്സിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല, എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്കും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ബിസിനസ് എത്തിക്സ് ഈസ് അബൌട്ട് ഡൂയിങ് ബിസിനസ് ഇൻ എ ഫെയർ, ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ വേ. ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ്, ഇറ്റ് ഇൻവോൾവ് ട്രീറ്റിംഗ് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ് ആൻഡ് സൊസൈറ്റി വിത്ത് റെസ്പെക്ട്. കണ്ടല്ലോ, ഫെയർ ആയിട്ട്, ഹോണസ്റ്റ് ആയിട്ട്, റെസ്പോൺസിബിൾ ആയിട്ട് ബിസിനസ് ചെയ്യുക. ഓക്കെ സാറേ, ഇനി എനിക്കും ഈ കൊല്ലം കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാ? ഓ, കൊല്ലം കഴിഞ്ഞ അടുത്ത കൊല്ലം ഉണ്ടല്ലോ, +2 ഉണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിച്ചോ. റെഡി? അപ്പൊ എന്താ, കസ്റ്റമേഴ്സിനെ, എംപ്ലോയീസിനെ, കൺസ്യൂമേഴ്സിനെ, എല്ലാവരെയും, അല്ലെ, സപ്ലൈസിനൊക്കെ റെസ്പെക്ട്ഫുൾ ആയി ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് എന്താ, എത്തിക്കൽ ബിസിനസ് ഫോളോ ലോ, അവോയ്ഡ് ചീറ്റിംഗ്. യെസ്, എന്താണ്, കെയർ അബൌട്ട് ദ എൻവിറോൺമെന്റ് ആൻഡ് പീപ്പിൾ, അല്ലെ, പീപ്പിളിനോട്, എൻവിറോൺമെന്റ്, ലോയോട്, എല്ലാത്തിനോടും എന്താവുക, യെസ്, നമ്മൾ റെസ്പോൺസിബിൾ ആവുക. പിന്നെയോ, ഇറ്റ് ലിങ്ക് പേഴ്സണൽ പ്രോഫിറ്റ് വിത്ത് സോഷ്യൽ ഗുഡ്സ്. ഉണ്ടല്ലോ, പേഴ്സണൽ പ്രോഫിറ്റ് ആൻഡ് സോഷ്യൽ ഗുഡ്സ് രണ്ടും കൂടെ ഉൾപ്പെട്ടതാണ് എന്തെന്ന് നമ്മളെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും പോയിന്റ് എത്തിക്സിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് ആണ് എലമെന്റ് ഓഫ് സോഷ്യൽ ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ് എന്തെല്ലാമാണ് ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ്? നമുക്കൊരു 5 എലമെന്റ്സ് പഠിക്കാണ്ട് എന്തൊക്കെയാണ്? ഒന്നാമത് ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. ഒരു എത്തിക്സിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മുടെ ബിസിനസ് എത്തിക്സിന് ആവശ്യം? എന്തെല്ലാമാണ്? ഒന്നാമത് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. ശ്രദ്ധിച്ചോ, ടോപ്പ് മാനേജ്മെന്റ് ഹാസ് ദ crucial role in guiding the entire organization toward ethically upright behavior. To achieve result, the chief executive officer, CEO, and other higher level managers need to be openly and strongly committed to ethical conduct. They must give continuous leadership for developing and upholding the values of the organization. ആദ്യം തന്നെ ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എത്തിക്സ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വേണ്ട ഐറ്റം ഏതാണ്? ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആണ്, അല്ലെ? ഒരു എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്കലി ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ആരിടപെടണം? ടോപ്പ് മാനേജ്മെന്റ് ഇടപെടണം. സിഇഒ ആയാലും, അല്ലെ, നമ്മുടെ എന്താണ് സിഇഒ ആളുകൾ, ഓണേഴ്സ് ആയാലും ഷെയർ ഹോൾഡേഴ്സ് ആയാലും അവരെന്താണ്? യെസ്, അവര് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്തായിരിക്കണം? എത്തിക്കലി കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് ഉറപ്പുവരുത്തണം. അതിനനുസരിച്ച് അവർ ലീഡർഷിപ്പായിട്ട് ആർക്ക് കൊടുക്കണം? എംപ്ലോയീസിനായാലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങൾ, അല്ലേ? ഓക്കെ, ലൈൻ കട്ട് ബൈ ഏട്ടൻ. എന്തൊക്കെയാ അവിടെ? ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഇത് ആദ്യത്തെ ഘടകം. ഇത് ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എത്തിക്കലില്. ഓക്കെ, അപ്പൊ സെക്കൻഡോ, പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്. ഒരു കോഡ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. ശ്രദ്ധിച്ചോ, എന്റർപ്രൈസസ് വിത്ത് എഫക്റ്റീവ് എത്തിക്സ് പ്രോഗ്രാം ഡു ഡിഫൈൻ ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട് ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് ഈസ് റെഫേർഡ് ടു ആസ് ദ കോഡ്. ഓക്കെ, ഒരു കോഡ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നത് കൃത്യമായിട്ട് ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ദീസ് ജനറലി കവർ ഏരിയാസ് സച്ച് ആസ് ഫണ്ടമെന്റൽ ഹോണസ്റ്റി ആൻഡ് അദർനെസ് ടു ലോ, പ്രൊഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, health and safety in the workplace, conflict of interest, employment practices, fair man in selling, market and practice, and financial reporting.
ഓക്കെ, ഈ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും വർക്ക് പ്ലേസ് ആയാലും എംപ്ലോയ്മെന്റ് പ്രാക്ടീസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അങ്ങനെ എന്താണ് ഒരു ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളിലും എത്തിക്കലി കാര്യങ്ങൾ ഏതാണ്, ഐ മീൻ എത്തിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏതാണ്, എത്തിക്സ് ഏതാണ് അൺഎത്തിക്കലായുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ എന്താ ഒരു കോഡ് സെറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ തേർഡ് പോയിന്റ് ശ്രദ്ധിച്ചോ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം. എന്താണ്, നമുക്ക് എന്ത് വേണം, ഒരു കംപ്ലയൻസ് മെക്കാനിസം ആണ് അല്ലെ. എന്താണ് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അനുസരണം അല്ലെ, അനുസരിപ്പിക്കുന്ന രീതി. ടു മേക്ക് ഷുവർ എംപ്ലോയീസ് ഫോളോ കമ്പനീസ് എത്തിക്കൽ റൂൾസ്, ബിസിനസ് സെറ്റപ്പ് കംപ്ലയൻസ് സിസ്റ്റം അല്ലെ, അനുസരിപ്പിക്കാനുള്ള അനുസരണ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്, ഹയറിംഗ് പീപ്പിൾ ഹു റെസ്പെക്ട് വാല്യൂ ആൻഡ് എത്തിക്സ് അല്ലെ, എത്തിക്സിനെ വാല്യൂ ചെയ്യുന്ന എംപ്ലോയീസിനെ ഹയർ ചെയ്യുക ബിസിനസ്സിലേക്ക്. ദെൻ ഗിവിംഗ് ട്രെയിനിങ് അല്ലെ, അവർക്ക് എന്താ എത്തിക്കൽ ബിഹേവിയറിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, റെഗുലർലി ചെക്കിംഗ്, ഓഡിറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് റൂൾ അല്ലെ, റൂൾ ഓഫ് ബീങ് ഫോളോഡ്, കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക അല്ലെ ചെക്ക് ചെയ്യുക അവർ എത്തിക്കലി കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെഡി, അടുത്ത് നോക്കുക, ക്രിയേറ്റിംഗ് വേ ഓഫ് എംപ്ലോയി ടു റിപ്പോർട്ട് അൺഎത്തിക്കൽ ആക്ഷൻസ്. ഓക്കെ, അൺഎത്തിക്കലായുള്ള കാര്യങ്ങളൊക്കെ ആ സ്പോട്ടിൽ തന്നെ എന്താക്കാൻ പറ്റണം, റിപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസ് നമുക്ക് വേണം. ഓക്കെ, പിന്നെയോ ദിസ് സ്റ്റെപ്പ് ഹെൽപ്പ് കീപ്പിംഗ് ദ കമ്പനി ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, യെസ് നമ്മുടെ ബിസിനസ് ഹോണസ്റ്റ് ആയിട്ട് ലീഗലി എത്തിക്കലി ആണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ ആ നാലാമത്തെ പോയിന്റ്, ഇൻവോൾവിംഗ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ. അടുത്തെന്താണ്, എംപ്ലോയീസിനെ എല്ലാ ലെവലിലും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ, ഇറ്റ് ഈസ് എംപ്ലോയീസ് അറ്റ് ഡിഫറെന്റ് ലെവൽ ഹു ഇംപ്ലിമെന്റ് എത്തിക്സ് പോളിസി ടു മേക്ക് എത്തിക്കൽ ബിസിനസ് എ റിയാലിറ്റി. Therefore, their involvement in ethical program become a must. For example, small group of employees can formed to discuss the important ethical policy of the firm and the examining attitude of the employee toward this policy. ഓരോ എംപ്ലോയീസിനെ എന്ത് വേണം, ഓരോ എംപ്ലോയീസിലും കൃത്യമായിട്ട് എത്തിക്കൽ അല്ല എത്തിക്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അവരറിയണം ഏത് സ്മോൾ ലെവലിലുള്ള എംപ്ലോയീസ് ആണെങ്കിലും ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരോടൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ് ഫോളോ ചെയ്യേണ്ട എത്തിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ പോലെ ലാസ്റ്റ് പോയിന്റ് എന്നാ, മെഷറിങ് റിസൾട്ടാണ്. റിസൾട്ട് മെഷർ ചെയ്യണം നമ്മൾ ഈ എത്തിക്കൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെ. അതെങ്ങനെയാണ് പ്രോപ്പറായിട്ടാണോ പോകുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിരിക്കണം. Although it is difficult to accurate measure the end result of ethics program, the firm can certainly audit to monitor compliance with ethical standard. ഉണ്ടല്ലോ, കൃത്യമായിട്ട് എത്തിക്കൽ കാര്യങ്ങളൊക്കെ എന്താണ് പ്രോപ്പറായിട്ട് അനുസരിച്ച് കൊണ്ടാണോ എംപ്ലോയീസ് ഒക്കെ പോകുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, the top management team and other employees should then discuss the result of further കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന എന്താണ് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും ടോപ്പ് മാനേജേഴ്സും എംപ്ലോയീസ് എല്ലാം കൂടെ എന്താ ഡിസ്കസ് ചെയ്തിരിക്കണം. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റം വരുത്തിയിരിക്കണം. ഓക്കെ, റെഡി? ആ കാര്യമാണ് മെഷർ റിസൾട്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എന്തെന്ന് എലമെന്റ്സ് ഓഫ് എന്തിന് നമുക്ക് പറയാനുള്ളത്, ബിസിനസ് എത്തിക്സ് പറയാനുള്ളത്. ഓക്കെ, ഒരു ബിസിനസ് എത്തിക്സിന് വേണ്ട കാര്യങ്ങൾ, ഒരു ബിസിനസ്സിൽ ഒരു എന്താണ് ബിസിനസ് എത്തിക്സ് വേണ്ട കാര്യങ്ങളാണ് 5 പോയിന്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം? ഒരു പോയിന്റ് കൂടെ പഠിക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഓക്കെ 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 യെസ്. ഇമ്പോർട്ടൻസ്, ബിസിനസ് എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് എത്തിക്സ് ഇമ്പോർട്ടൻറ്റ്? ശ്രദ്ധിച്ചോ, ഒന്നാമത് ബിൽഡ് ട്രസ്റ്റ്. ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേതാ
when a business acts honestly and treats everyone fairly, customers, employees, and society help confidence in its trust to make people willing to buy product, invest, and work for the company. അല്ലേ? എന്തിനാണ്? ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കുക, ഒരു ബിൽഡ് ട്രസ്റ്റ് ചെയ്യാൻ, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, അല്ലെ? നമ്മുടെ ഫേമിന് എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്ന് പോകാൻ ആ ഒരു ട്രസ്റ്റ് വേണ്ടേ? അത് ഉണ്ടാക്കിയെടുക്കാൻ എത്തിക്കലായിരിക്കണം ആര്? നമ്മുടെ ബിസിനസ്. സെക്കൻഡ്, മെയിൻ്റെനൻസ് റെപ്യൂട്ടേഷൻ. ഈ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ, റെപ്യൂട്ടേഷൻ, അല്ലെ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ആ ഒരു ഇമേജ് ഒന്നും പോവാതിരിക്കാൻ. A business that follow ethical practice earn a positive image in the society. Good reputation attract more customer. അല്ലെ? നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വരും, സ്കിൽഡ് എംപ്ലോയീസ് വരും, ഇൻവെസ്റ്റേഴ്സ് വരും, വിച്ച് ഹെൽപ്പ് കമ്പനി ടു ഗ്രോ. അതേ എന്തിന്? കമ്പനിയെ വളരാൻ സഹായിക്കുകയുള്ളൂ. ഓക്കെ, സിമ്പിൾ പോയിന്റ് അല്ലേ? ഒരു ബിൽഡ് ട്രസ്റ്റ് ചെയ്യുക, എന്താ? റെപ്യൂട്ടേഷൻ. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അടുത്തെന്താ? എൻഷ്യൂർ ഫെയർ പ്രാക്ടീസസ്. ഉറപ്പുവരുത്തുക, അല്ലെ? നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാ. എത്തിക്സ് എൻഷ്യൂർ ദാറ്റ് ഓൾ ബിസിനസ് ഡീലിംഗ് ആർ ഹോണസ്റ്റ്, ട്രാൻസ്പെറന്റ് ആൻഡ് ഫെയർ. ദീസ് പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, എംപ്ലോയീസ് ആൻഡ് പ്രൊമോട്ട് കൾച്ചറൽ ഇന്റഗ്രിറ്റി. ഉണ്ടല്ലോ? അപ്പൊ പ്രോപ്പർ ആയിട്ട് എന്താണ്? എത്തിക്കലി ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എന്താണ്? നമ്മൾ ട്രാൻസ്പെറന്റ് ആണ്, ഫെയർ ആണ്, ഹോണസ്റ്റ് ആണ്, അല്ലെ? എത്തിക്കലി അല്ലെങ്കിലാണ് എന്തെന്ന്? നമ്മൾ കൺസ്യൂമേഴ്സിനെ, എംപ്ലോയീസിനെ, പ്രൊമോട്ടേഴ്സിനെ, ഇൻവെസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ എന്താണ്, അവരെയൊക്കെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാവുക, അല്ലെ? അങ്ങനെയെങ്കിൽ നാലാമത്തെ പോയിന്റ് എന്താ? അവോയ്ഡ് ലീഗൽ ഇഷ്യൂ. എന്താ ലീഗൽ ഇഷ്യൂ? നമ്മൾ നേരത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞ സെയിം പോയിന്റുകളൊക്കെ തന്നെയാണ്. എന്താണ് ലീഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? നമ്മൾ എത്തിക്കലി ആയിട്ട് അല്ല മുന്നോട്ട് പോകുന്നത്, അല്ലെ? അങ്ങനെയെങ്കിൽ ആര് ഇടപെടും? ബിസിനസ്സിൽ ആര് ഇടപെടും? ഗവൺമെന്റ് ഇടപെടും. ഗവൺമെന്റ് കുറച്ച് റെസ്ട്രിക്ഷൻസ്, റൂളുകളൊക്കെ ആയിട്ട് വരും, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ലീഗൽ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താകുക? എത്തിക്കലി മുന്നോട്ട് പോവുക. ഫോളോയിങ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഹെൽപ്പ് എ ബിസിനസ് കംപ്ലൈ വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ. ദീസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലീഗൽ പെനാൽറ്റീസ്, ഫൈൻസ്, ലോ സ്യൂട്ട്സ്, സേവിങ് ടൈം ആൻഡ് മണി. അല്ലെ? നമുക്ക് വരുന്ന ഫൈനുകൾ, പെനാൽറ്റികൾ, ഇതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താണ്? എത്തിക്കലി മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ലീഗലി ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ്, എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് എന്തുണ്ടാവും? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നല്ല രീതിയിൽ അയാളും വർക്ക് ചെയ്യും, അല്ലെ? യെസ്. അപ്പോൾ ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി, റെസ്പെക്ടിങ് ദർ റൈറ്റ്സ് ആൻഡ് പ്രൊവൈഡിങ് എ സേഫ് വർക്ക് എൻവയോൺമെന്റ് ഇൻക്രീസ് മൊറൈൽ, ലോയൽറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി വിച്ച് ബെനിഫിറ്റ് ദ കമ്പനി ഇൻ ദ ലോങ് റൺ. അല്ലെ? നല്ല ഒരു കമ്പനി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന, നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ആ ഒരു എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതെന്താണ്? ആ കമ്പനിക്ക് ഗുണമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ, ലോങ് ടേം സക്സസ്. നമ്മൾ പറഞ്ഞാലേ ലോങ് ടേം സക്സസിന് എന്താ ആവശ്യമാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യമാണ്, നമ്മൾ അവിടെ പറഞ്ഞു, അല്ലെ? അതേപോലെ തന്നെ എത്തിക്സും ആവശ്യമാണ്. ബിസിനസ് ദാറ്റ് ഓപ്പറേറ്റ് എത്തിക്കലി ഫോക്കസ് ഓൺ sustainable growth rather than short-term profit. Ethical conduct build strong relationship with all stakeholders, ensuring the company thrives over time. Okay? Yes, നല്ലതായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ലോങ് റൺ, ഒരു ലോങ് സക്സസ് നമ്മളെ സൊസൈറ്റിയിൽ ഒരു ബിസിനസ്സിന് വേണമെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? എന്തുണ്ടായിരിക്കണം? എത്തിക്സ് ഉണ്ടായിരിക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നിന്ന് എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സെറ്റ്. ഏതെങ്കിലും പോർഷൻ, എന്തെങ്കിലും കാര്യം മക്കൾക്ക് ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? മക്കൾ പറഞ്ഞേ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി മക്കൾക്കുണ്ടോ? എവിടെയെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഏതെങ്കിലും ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ഒന്ന് പറഞ്ഞേ. സാർ പറഞ്ഞിട്ട് പറഞ്ഞു. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ആണോ?
ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? ആരും ഒന്നും പറയുന്നില്ല. വാട്ട് ഈസ് ദിസ്? റെഡി 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 റെഡി. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? ഒന്ന് പറഞ്ഞേ. ആരും എന്തൊന്നും പറയാത്തേ? റെഡി ആണോ? ഓക്കെ ആണോ? ആരൊക്കെയോ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. റെഡി റെഡി ഓക്കെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം സെറ്റാണെന്ന് സാറ് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല മാർക്ക് വാങ്ങണം. അതിന് ഈ ചാപ്റ്ററൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ് എക്സാമിലേക്ക് കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ടൈം എല്ലാം യൂസ് ചെയ്യുക. ഓരോന്നും സെറ്റായിട്ട് പഠിക്കുക മക്കൾ. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ മക്കളെ ദാ ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ സാറിൻ്റെ ലൈവിന് ഒന്ന് ലൈക്കൊക്കെ തരിക. അതേപോലെ തന്നെ കമൻറ്റും ചെയ്യുക. ഐ മീൻ ഈ ലൈവ് കമൻ്റ് അല്ല, ഓക്കെ, നിങ്ങളെ കഥ പറച്ചിലല്ല, അല്ലാത്ത കമൻറ്റ്. ലൈവ് കഴിഞ്ഞാലുള്ള നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആവും. അതിൽ കമൻറ്റ് ഇടുക. ഓക്കെ, സാർ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇടുക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഇടുക. ഓക്കെ, പിന്നെ അതുപോലെ ലൈക്കൊക്കെ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. റെഡിയാണോ? ആര് ചെയ്യാൻ, ആര് ലൈക്ക് ഇടാൻ, ആര് കമൻറ്റ് ഇടാൻ, ഇതാ ഇപ്പം പോവും, പിന്നെയും ബൈക്ക് വരില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ ലൈവില്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതണം. നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ അല്ലേ? ബൈ 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 ബൈ.